നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. മുൻ സർക്കാർ പ്രഖ്യാപിച്ച റുവാണ്ട പദ്ധതി റദ്ദാക്കിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ നടപടിയെ ബ്രിട്ടീഷ് ജനത ഉറ്റുനോക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിയായിരുന്നു റുവാണ്ട പദ്ധതി. ബ്രിട്ടനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം ഇക്കഴിഞ്ഞ ഞായറാഴ്ച ട്രഫൽ സ്ക്വയറിലെ ചെസ് ഫെസ്റ്റിവൽ ഏറ്റുമുട്ടിയത് 40ഓളം അമേച്ചർ ചെസ് താരങ്ങളുമായി. ഏതൊരു കായിക ഇനത്തിലും ഇംഗ്ലണ്ടിനെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വംശജ കൂടിയായ ഈ 9 വയസ്സുകാരി. പാസ്പോർട്ടോ മറ്റ് ഔദ്യോഗിക രേഖകളോ ഇല്ല. കൗൺസിൽ വീടടക്കമുള്ള സൗകര്യങ്ങളും ലഭിച്ചില്ല. UK-യിലെ കാർഡിഫ് സിറ്റി സെന്ററിലെ തിരക്കേറിയ റൗണ്ട് എബൌട്ടിന്റെ സൈഡിൽ താമസമാക്കി 5 മാസം ഗർഭിണിയായ ചെക്ക് റിപ്പബ്ലിക്കൻ യുവതിയും ഭർത്താവും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യൻ സൈന്യത്തിൽ അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കാൻ തീരുമാനം. ദ്വിദിന സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ മോദി കഴിഞ്ഞ രാത്രി പുടിനൊപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. US തിരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് നിന്നും ജോ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം പാർട്ടിക്കകത്തും പുറത്തും ശക്തമായതോടെ പിൻഗാമിയായി കമലാ ഹാരിസിനെ മത്സര രംഗത്തിറക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായതായി റിപ്പോർട്ട്. സ്ഥാനാർത്ഥിത്വം ഒഴിയില്ലെന്ന കടുംപിടുത്തത്തിൽ ബൈഡൻ നിൽക്കുകയാണെങ്കിലും ട്രംപിനെതിരെ കമലാ ഹാരിസിനുള്ള വിജയസാധ്യത എത്രത്തോളം എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ജമ്മു കാശ്മീരിലെ കത്വയിൽ ഇന്നലെ സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയത് അതിർത്തി കടന്നെത്തിയ ഭീകരരെന്ന് നിഗമനം. ആക്രമണത്തിന് പിന്നിൽ കൂടുതൽ ഭീകരർ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ത്രിപുരയിൽ 47 വിദ്യാർത്ഥികൾ HIV ബാധിച്ച് മരിച്ചു. 828 വിദ്യാർത്ഥികളാണ് ഇവിടെ HIV പോസിറ്റീവ് ആയിരിക്കുന്നതെന്നാണ് ത്രിപുര സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി മുതിർന്ന ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കിയിരിക്കുന്നത്. വീണ്ടും കേരളീയം പരിപാടി നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഈ വർഷം ഡിസംബറിലാകും കേരളീയം പരിപാടി നടത്തുക. വ്യാജ ഷെയർ ട്രേഡ് ആപ്പ് തട്ടിപ്പിൽ കോഴിക്കോട് സ്വദേശിയായ സംരംഭകന് 4.8 കോടി രൂപ നഷ്ടമായി. സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിംബാബ്വെക്കെതിരായ രണ്ടാം T20 മത്സരത്തിൽ 100 റൺസിന്റെ തകർപ്പൻ ജയമാണ് ഇന്ത്യൻ യുവനിര സ്വന്തമാക്കിയത്. ഇന്ത്യ ഉയർത്തിയ 235 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ സിംബാബ്വെ 134-ന് പുറത്തായി. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.